നമസ്കാരം. ഗാദി സ്റ്റുഡിയോസിൻ്റെ പുതിയൊരു യാത്രയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് മറയൂരാണ്. മറയൂർ ചന്ദനമര കാടിലൂടെ വരുമായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് ചിന്നാർ റൂട്ടിലേക്ക് യാത്ര തിരിക്കുക. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ചിന്നാറാണ്. ചിന്നാർ ട്രക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് പഴനി റൂട്ടിലാണ്. പഴനിക്കൊക്കെ ഉള്ള റോഡാണിത്. ഈ ചിന്നാറിൽ നിന്ന് തന്നെ, ഇവിടുന്ന് തന്നെ, മറയൂരിൽ നിന്ന് തന്നെ റൈറ്റ് തിരിഞ്ഞാൽ അത് കാന്തല്ലൂരിനുള്ള റൂട്ടാണ്. നമ്മൾ ആ ബോർഡൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്താം. അപ്പം നമ്മൾ ഇനി പോകുന്നത് ചിന്നാർ വനത്തിലൂടെയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം, അവിടുത്തെ ട്രക്കിംഗ് എങ്ങനെയുണ്ട് ഒന്ന് കാണാം. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചിന്നാർ കാണാം. പോവാം. കയറ്, വണ്ടിക്കകത്ത് കയറി പോയേക്കാം. മറയൂർ ചന്ദനക്കാടിൻ്റെ ആ സുഖമുണ്ടല്ലോ, അത് മനസ്സിന് ഇങ്ങോട്ട് പോകുന്നില്ല. അപ്പം മറയൂർ വന്ന് കണ്ടിട്ടില്ലാത്തൊരു മറയൂർ വരിക. ഇപ്പോൾ നമ്മൾ കാന്തല്ലൂരോ ചിന്നാറോ ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഈ മറയൂർ വളരെ മനോഹരമായിട്ട് കാണാം. അപ്പം അവിടെ ഇറങ്ങാനും കാണാനും ഒന്നും അധികമൊന്നും ഇല്ല. കാണാനുണ്ട്, പക്ഷേ ഇറങ്ങാനുള്ള അനുവാദം അവിടെ വളരെ കുറവാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള യാത്രയിൽ നമുക്ക് മറയൂർ കാണാം. വളരെ നല്ല കാഴ്ചയാണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ ചിന്നാർ റൂട്ടിലെ കാഴ്ചകൾ കാണാൻ പോവാണ്. ഇത് ചിന്നാർ റൂട്ടാണ്, പളനി റൂട്ടാണ്. പളനി റൂട്ടിലൂടെയാണ് നമ്മൾ പോകുന്നത്. ചിന്നാർ മനുഷ്യജീവൻ പോലെ വിലയേറിയതാണ് വന്യമൃഗങ്ങൾ. അങ്ങനെ ഒരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്, പലയിടങ്ങളിലായിട്ട് വെച്ചിട്ടുണ്ട്. കാരണത്തെ ഇവിടെ ഒരുപാട് കുരങ്ങന്മാരുണ്ട്. അവരിങ്ങനെ വഴിയിലൊക്കെ വന്നിരിക്കും. സാധുക്കളാണ്. നമ്മൾ വളരെ ആർഭാടകരമായിട്ട് വാഹനം ഓടിച്ചു പോകുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ അവർക്ക് ജീവഹാനി വരും. അതുകൊണ്ട് അവരെയും കൂടെ പരിഗണിക്കുക. രസമുണ്ടല്ലേ? ചെറിയ മഴ ഇല്ല, മഴക്കാലത്ത് ഇവിടെയൊക്കെ നല്ല വെള്ളച്ചാട്ടം കാണും.
നമ്മൾ മറയൂർ, കാന്തല്ലൂർ, ചിന്നാറൊക്കെ ഇനിയും വരും കേട്ടോ. കാര്യം ഇവിടെ നമ്മൾ കാണാതെ ഒരുപാട് കാര്യങ്ങൾ ഇനിയുണ്ട്, നമ്മൾ മിസ്സാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് സമയമില്ലാത്തതിൻ്റെ പേരിലാണ് പലയിടങ്ങളിലേക്ക് നമ്മൾ കയറാത്തത്. അപ്പം നമുക്കതൊക്കെ എടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. മഴയുള്ള സമയത്താണ് വരുന്നതെങ്കിൽ ഒരുപാട് വാട്ടർഫോൾസ് നമുക്കിവിടെ കാണാം, ചെറുതും വലുതുമായിട്ട് ഒരുപാട് വാട്ടർഫോൾസ്. ഇപ്പം തന്നെ ധാരാളം അരുവികൾ ഇങ്ങനെ നമുക്ക് കാണുന്നുണ്ട്. റോഡ് സൈഡിലൊക്കെ ചെറിയ ചെറിയ കലുങ്കുകളൊക്കെ കെട്ടി നിർത്തിയിട്ടുണ്ട്. അതിനിടയിലൊക്കെ നല്ല വെള്ളം ഒഴുക്കുണ്ട്. മഴയുള്ള സമയത്താണ് വരുന്നതെങ്കിൽ നല്ല വെള്ളപ്പാച്ചിൽ കാണാം. പക്ഷെങ്കിൽ വേറെ കാര്യം സൂക്ഷിക്കുക, നല്ല മഴയത്തൊക്കെ വരുമ്പം അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ യാത്ര ഒഴിവാക്കാനും മറക്കരുത്. പ്രത്യേകിച്ച് ഈ അടുത്ത സമയത്തുണ്ടായ മഴ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കിയ സംഭവങ്ങളാണ്. അതെ, അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം കെയർഫുള്ളായിരിക്കണം. ട്രക്കിങ്ങിനുള്ള പാസ് ഏതാ? ട്രക്കിങ്ങിനുള്ള പാസ് ആണ് ഇവിടെ. ഓക്കെ, ഇവിടെയാണ് ട്രക്കിങ്ങിനുള്ള പാസ്സൊക്കെ കിട്ടുന്നത്. ഈ നേരെ ഫ്രണ്ടിൽ കുറേ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രക്കിംഗ് ഇവിടെ കൊണ്ട് തുടങ്ങാണ്. ഇപ്പം ഉച്ച കഴിഞ്ഞു, 3 മണി വരെ സമയം. അപ്പം ഇത് ലാസ്റ്റ് ബാച്ചാണ്. ലാസ്റ്റ് ബാച്ചിനോടൊപ്പമാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ട്രക്കിങ് പോവാണ് വനത്തിനകത്തൂടെ. ഇപ്പം നമ്മുടെ ആരോഗ്യം അനുസരിച്ച് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ആരോഗ്യത്തോടെ വന്നാൽ നമുക്ക് ഒരുപാട് സമയം സഞ്ചരിക്കാനുണ്ട്. വാട്ടർഫോൾസ് ഉണ്ട്, പക്ഷേ രാവിലെ വന്നാലേ വാട്ടർഫോൾസ് നമുക്ക് അറ്റൻഡ് ചെയ്യാനൊക്കത്തുള്ളൂ. ഇപ്പോൾ വാട്ടർഫോൾസിൽ പോകത്തില്ല, ബാക്കിയുള്ള നേച്ചറായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ കാണാം. പോവാം. ഇതൊരു 9,000. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ 2,500 ആണ്, 3,000 PC എന്നൊക്കെ പറയും. അതിനൊക്കെ ഒരു പഴക്കമുള്ളതാണ്. ഇത് ഓൾഡാണ്. 10-15,000 വർഷത്തിനേക്കാളും കൂടുതലുണ്ട്. അപ്പോൾ ഇത് മുനിയറയാണെന്ന് പറഞ്ഞു, ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. അപ്പം ഇതൊക്കെ ഇവിടെ ഒരുപാടെണ്ണം ഉണ്ട്. ഇവിടെ സ്മോൾ സൈസാണ്, ചെറിയതാണ്. ചെറിയ 3-4 മുനിയറകളുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു മുനിയറ അങ്ങനെ അവിടെ ചേട്ടാ ഇന്നലെ ഇവിടെ ആന ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ ആനപ്പെട്ട കിടക്കുന്നു, പുള്ളിതിലായിരിക്കും പോയത്. നമ്മുടെ കൂടെ ഒരു ബാംഗ്ലൂർ കപ്പിൾസ് ഉണ്ട്. അദ്ദേഹമാണ് 2 ദിവസമായി മൂന്നാറിങ്ങനെ വന്നു. ടൂറിലാണ്. നമ്മുടെ കൂട്ടത്തിൽ ഇവർ മാത്രമേ ഉള്ളൂ ഇപ്പം. നമ്മുടെ ഗൈഡ് മഹേന്ദ്ര എന്ന് പറയുന്ന ഒരാളാണ്. മഹേന്ദ്രൻ അതൊക്കെ പോയിട്ടുണ്ട്. ഈ സ്ഥലത്തിൻ്റെ ഒപ്പം പോവാം. നമ്മളിങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളം കൈ കരുതിക്കണം. കാര്യം ഡീപ്പ് ഫോറസ്റ്റാണ്. അങ്ങോട്ട് കയറുമ്പം വെള്ളമൊക്കെ ആവശ്യം വന്നാൽ കയ്യിൽ ആവശ്യത്തിന് വെള്ളം കരുതുക.
പിന്നെ കയറ്റമാണ്, നല്ല കയറ്റമാണ്. കുട്ടികൾക്കായിട്ട് വരുന്നെങ്കിൽ നല്ല ഒരുക്കത്തോടെ വേണം വരാൻ. എൻ്റെ ഒരു നല്ല ലഗേജുണ്ട്. പിന്നെ ഈ പോകുന്ന ഈ വഴി സൈഡിൽ ഈ പുല്ലുകളിലൊക്കെ മുള്ളുകളുണ്ട്. അപ്പോൾ അതൊക്കെ കയ്യെ തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഡിസ്റ്റർബ് ഉണ്ടാകും, അലർജിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ജാക്കറ്റിനകത്തായിട്ട് പ്രശ്നം. അപ്പോൾ പരമാവധി ഫുൾ കൈ ഷർട്ടോ അല്ലെങ്കിൽ ജാക്കറ്റോ ഒക്കെ കൈ കരുതി വരുന്ന ഏറ്റവും സേഫ്. ഒരുപാട് ബേഡ്സിൻ്റെ സൗണ്ട് കേൾക്കും കേട്ടോ. ഇവിടെ ക്യാമറയ്ക്കൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഫീസ് കൊടുക്കണം. ഫീസ് കൊടുത്ത് വേണം കയറാനായിട്ട്. ട്രക്കിങ്ങിന് ഫീസുണ്ട്, എല്ലാവർക്കും പാസ് എടുക്കണം. നമുക്ക് തലയ്ക്ക് പോകാം. അപ്പം ഇത് പറഞ്ഞത് കേൾക്കാം. ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ് ഇപ്പം ഇവിടെ ഞങ്ങളൊരു കാട്ടുപോത്തിനെ കണ്ടു, 2 കേഴയും കണ്ടു. കേഴ കാണിച്ചിട്ടുണ്ട്. കാട്ടിൽ ആന, കാട്ടുപോത്ത്, കരടിയാണ് വെരി ഡേഞ്ചറാണ് കേട്ടോ. നമ്മൾ കണ്ട ചില സമയത്ത് ഓടിച്ചുകൊണ്ട് വയ്ക്കും നമ്മളെ, നമ്മൾ ഓടിക്കും. അതുകൊണ്ട് ഞാൻ കമ്പ് വെച്ചിരിക്കുന്നത് എന്താ. ഓടിച്ചോണ്ട് പോയി.
അടിപൊളി ഫോറസ്റ്റ് ആട്ടോ. ഈ ഫോറസ്റ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇങ്ങോട്ട് ആകർഷിക്കും. അടിപൊളിയാണ്. പാറക്കെട്ടുകളും ചെറിയ അരുവികളും ഒക്കെ നിറഞ്ഞ ഫോറസ്റ്റ്. അവിടെ ട്രാഫിക് ജാം ആയിട്ടില്ല. അവിടെ ആനയുണ്ടോ? ഇല്ല, 2 ബസ് അവിടെ തന്നെ. പിന്നെ അവിടെ ഗോട്ട് കണ്ടു. ഗോട്ടല്ല, എലഫൻ്റാണ് സൗണ്ട് ഇട്ടത്. ചാട് അടിപൊളി. എൻ്റെ മോനെ കുരങ്ങ്, ലെങ്കൂർ, ബ്ലാക്ക് ഫേസ്, എട്ടഡ്ഗര ലെങ്കൂർ. അതന്നെ സംഭവം. ഇതിൽ 2 ടൈപ്പിലുണ്ട് കേട്ടോ. ഒന്നിട്ടത് നോർമൽ സ്ക്വയർ. ഒരു ഗുഹ കണ്ടോ? റെഡ് കളർ സ്റ്റോണും പിന്നെ അനിമൽസിൻ്റെ ബ്ലഡ് പിന്നെ മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ നീരൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ കളറിൽ വരുത്തിയെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് ഇപ്പോഴും മാഞ്ഞു പോകാണ്ട് അങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ പറയുന്നത് എല്ലാവരും. ഇത് വൈറ്റ് കളർ പെയിൻറ്റിംഗ് ഒക്കെ ഒന്നും ക്ലിയർ അല്ല കേട്ടോ. ഇത് ഒത്തിരി പെയിൻറ്റിംഗ് ഉണ്ടായിരുന്നു, ഇതൊക്കെ ഹൈഡായിപ്പോയി. പിന്നെ അവിടെ ആ പെയിൻറ്റിങ് ഈ പെയിൻറ്റിങ് മാത്രം കുറച്ച് കാണുന്നുള്ളൂ. ഇപ്പോൾ ഇതേപോലെ ഒത്തിരി സ്പോട്ടിലുണ്ട് ഈ കാട്ടിനകത്ത് തന്നെ. ഏറ്റവും അടുത്ത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റാവുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഇതും പിന്നെ അതിൻ്റെ അപ്പുറത്തൊന്നുണ്ട്. അതിൽ ഇപ്പോൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുവഴി പോകണം, റിസ്ക്കാണ്. അത് കൊണ്ടുപോകുന്നില്ല, അലൗഡല്ല ഇപ്പോൾ. തൂപ്പിലൊരു കുരങ്ങനിരിപ്പുണ്ട്. സൂപ്പറല്ലേ? ഞാൻ നിരന്ന് കിടക്കുക. ഇവിടെ ആന വരുന്ന സ്ഥലമാണ്. ഇവിടെയൊക്കെ ആനപ്പിണ്ടം കിടപ്പുണ്ട്.
പക്ഷെ ഇപ്പോൾ ശാന്തമായി കിടക്കുന്നത് നിങ്ങൾ പതുക്കെ കയറുക. താഴെ എങ്ങാണ്ട് ഒരു ആന ചിഹ്നം വിളിക്കുന്ന ശബ്ദം കേൾക്കാം. എവിടെയാണെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ അതിൽ മേളിൽ കയറി നോക്കാമെന്നാണ് നമ്മുടെ ഗൈഡ് പറയുന്നത്. അങ്ങോട്ടൊന്ന് മാറി നിന്ന് നോക്കാം. അവിടെ ഒരു സൂപ്പർ വ്യൂ ആണെന്ന് തോന്നുന്നു കേട്ടോ. അടിപൊളിയാണ് താഴോട്ട് ഭാഗം കാണാൻ. നമുക്ക് പോയി നോക്കാം. വാട്ടർ വേണോ? വെള്ളം വേണോ? അതൊക്കെ ട്രൈബൽ സെറ്റിൽമെന്റ് ആണ്. ആ ടോപ്പിൽ കാണുന്ന ഇതൊക്കെ കുറച്ച് നേരം കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. കുറച്ചു നേരം വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നാ ദാഹിച്ച്. ഏകദേശം നമ്മളൊരു 1.5 കിലോമീറ്ററോളം കവർ ചെയ്തു കേട്ടോ. ഇതിന് ടോപ്പ് വന്നപ്പോഴത്തേക്കും ആനയുടെ സൗണ്ട് ആ ഭാഗത്തും കണ്ട് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പുള്ളി നമ്മുടെ മഹേന്ദ്രൻ ആ ഭാഗത്തോട്ട് ഊരിക. അപ്പോൾ അവിടെ ആനയുണ്ടെ കാണിക്കാമെന്ന് പറഞ്ഞു. അതുവരെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. പുള്ളി മുഴുവനൊന്ന് സെർച്ച് ചെയ്തിട്ട് വരട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഈ വനത്തിനകത്ത് ട്രക്കിങ്ങിന് വരണം. നല്ല കാഴ്ചയാണ്. നമുക്ക് മനുഷ്യനാകാൻ പറ്റുന്നൊരു അവസരമാണ്. അവിടെ കേൾക്കും, സൗണ്ട് കേൾക്കും താഴെ. ദൂരെ കേഴ കരയുന്ന സൗണ്ട് കേൾക്കാം. മരത്തെ കൂടെ ചാടുന്നുണ്ടോ? സാധാരണ കാണുന്ന കുരങ്ങല്ലത്. താഴെ എങ്ങാണ്ട് ഹൗസ് ഡിയർ എന്ന് പറഞ്ഞൊരു സാധനം, കേഴമാൻ, അത് താഴെ എങ്ങാണ്ട് കരയുന്നുണ്ട്. അതിൻ്റെ ശബ്ദം ഇവിടെ കേൾക്കുന്നുണ്ട്. എൻ്റെ പേരിനാട് കാട്ടുപോത്താണ്. ആ മരത്തിൻ്റെ ചുട്ടി 2 കാട്ടുപോത്തിനെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ സൂം ലെൻസ് കയ്യിലെടുത്തില്ല, അതാണ് പറ്റിപ്പോയത്. അവിടെയൊക്കെ ഒരുപാട് ശബ്ദം കേൾക്കുന്നുണ്ട്. ഏതോ ഒക്കെ മൃഗങ്ങളുടെയാണ്. അതെന്താണെന്ന് നമുക്ക് തിരിച്ചറിയാനൊക്കത്തില്ല. അപ്പോൾ ഗൈഡിനോട് ചോദിച്ചപ്പം കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പുള്ളിപ്പം മേലോട്ട് പോയിരിക്കുക. താഴെ ഒരുപാട് ശബ്ദം കേൾക്കുന്നുണ്ട്. കേഴയാണെന്ന് തോന്നുന്നു. അതിലൊരു റോഡ് കാണാം. അതിലൊരുപാട് വണ്ടികൾ ഇങ്ങനെ പാസ് ചെയ്യാൻ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. അത് തമിഴ്നാട്ടിലേക്കുള്ള റൂട്ടാണത്. ഒരു ബൈക്ക് അതിൽ വരുന്നുണ്ട്. ക്യാമറയ്ക്കകത്ത് കിട്ടാൻ ശാലം പാടാം.
മണന്ന് നോക്കിയിട്ട് പിടിച്ച് വലിച്ചേക്കരുതേ, കൈ മുറിയുവേ, ബ്ലേഡ് പോലെ ഇരിക്കും ഇത്. ലെമൺ ഗ്രാസ് മരത്തിൻ്റെ ഈ സൈഡിൽ കൊണ്ടിട്ട് അതിന് ദേഹം ഉരയ്ക്കും. കയറുക. ഒരുപാട് ആനത്താരകൾ, ഒരുപാട് ആനത്താരകൾ. അത് ചേഞ്ച് ആയിട്ട് കളർ ചേഞ്ച് ആവും. ആ ഗ്രീന് പോയിട്ട് സമയത്തില്ല. ഇതാണ് പാമ്പാർ നദി. കിഴക്കോട്ടൊഴുകുന്ന 3 നദികളിലാണ്. ഫുഡും കാര്യങ്ങളൊക്കെ നോക്കണ്ടായി. ഇപ്പോൾ അത്യാവശ്യം പെർഫെക്റ്റ് ഇപ്പോൾ 2 പേരും മാക്സിമം ഒരാൾ പോയാൽ അത് 3500 എക്സ്ട്രാ. ഇപ്പോൾ 2 പേർക്കാണ് മാക്സിമം ചാർജ് അത്. 2 പേർക്ക് വരെ നോർമൽ ചാർജ്. പിന്നെ എക്സ്ട്രാ വരുന്നില്ല. 1030 പേ ചെയ്യാൻ. 1030. ഇത് കാട്ടുമുല്ലയാണ്. ആ റൂമിലേക്ക് പോകണമെങ്കിൽ മോർണിംഗ് ടൈമിലൊക്കെ അങ്ങോട്ട് ആനിമൽസ് ക്രോസ് ചെയ്ത് റിവേഴ്സായിട്ട് കാണാം. ഇവിടെയും കുറച്ച് നിൽപ്പുണ്ട്. എല്ലാ ആനിമൽസും എല്ലാ സാഹചര്യത്തിൻ്റെ അടുത്ത നമുക്ക് അവിടെ റൂമിൽ ചെയ്ത് തന്നെ കാണാം. നമുക്ക് എവിടെയും പോയി ചുറ്റിക്കറങ്ങേണ്ട ആവശ്യമില്ല. നമ്മുടെ നട്ടുപോലെ 22 സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവിടെ ബിയറിനെ കണ്ടായിരുന്നു. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുന്ന വഴി രാവിലെ സെറ്റ് മോർണിംഗ് സെറ്റ്. ടൈഗറിനെ കണ്ടപ്പോൾ ഞങ്ങൾ ഇപ്പോൾ 2 ഗൈഡുണ്ട്. പിന്നെ ബിയർ കണ്ടപ്പോൾ ഞാൻ തനിച്ച സെപ്പറേറ്റ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാട് വഴി. അത് നേരെ പെട്ടു. ഞാൻ ഒന്നും ചെയ്തില്ല. ഫോട്ടോ എടുക്കണമെങ്കിൽ എൻ്റെ ബാഗിൻ്റെ അടുത്തായിരുന്നു ഫോണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ബാഗ് ഇങ്ങനെ തുറന്നെടുക്കുന്ന മുമ്പ് നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് കത്തി ഉണ്ടായിരുന്നു, വാക്കത്തി. അതുമാത്രം കൊണ്ടുപോയി. അത് തൊട്ടടുത്തെത്തിപ്പോൾ ഞാൻ ഒരു കല്ലിലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് വരച്ച് ഈ കത്തിയെടുത്ത് അത് പേടിച്ച് ഓടി. നമ്മൾ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയ്ക്കല്ലേ കാട്ടത്. കൂട്ടത്തെ ആളുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ചിന്നിച്ചെടി. കാട്ടിനകത്തെ ഒരു നല്ല ലൊക്കേഷൻ വേണം പറയാൻ. ഉണ്ടോ, ആന റെസ്റ്റ് എടുത്തിട്ട് പോയതാണ്. മൊത്തം അവനങ്ങ് ഇളക്കി മറിച്ച് കളഞ്ഞു. ദൂരെ ആദിവാസി സെറ്റിൽമെൻറ്റ് ഏരിയ കാണാം.
ഇവിടെ മാത്രം കുടിക്കത്തില്ലേ, റോഡിലേക്ക് പോകും. ഇതൊരു ചെക്ക് ഡാമാണ്. ഇവിടെ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്ന ഇവിടുത്തെ ഈ വന്യമൃഗങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് നിർത്തിയിരിക്കുന്നത്. ഒരുപാട് മൃഗങ്ങളുടെ കാൽപ്പാടുകൾ ഇവിടെ കാണാം. ആനയുണ്ട്, കാട്ടുപോത്തുണ്ട്, അതിൻ്റെയൊക്കെ കാൽപ്പാടുകൾ, മാനുണ്ട്, അതിൻ്റെയൊക്കെ കാൽപ്പാടുകൾ കാണാം. ഇവിടെ എല്ലാം ഉണ്ട്. എല്ലാത്തരം മൃഗങ്ങളും ഇവിടെ വരുമെന്നാണ് പറഞ്ഞത്. ഇവിടെ കാടിൻ്റെ നടുക്ക് താമസിക്കാൻ അവസരമുണ്ട്. 3200 രൂപയാണ് 2 പേർക്ക്, മിനിമം 2 പേർക്ക് താമസിക്കാം. എക്സ്ട്രാ ആൾക്കാർ താമസിക്കുന്നുണ്ടെങ്കിൽ അതിന് 1200 വെച്ച് അധികം പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ 3200 പ്ലസ് 1200 വീതം. എത്ര പേരുണ്ട് അത്രയും പേര്. ഒരുപാട് പേർക്ക് താമസിക്കാനൊക്കത്തില്ല. ഈസി ആയിട്ട് ഒരു ഫാമിലിക്ക് താമസിക്കാനുള്ള സെറ്റപ്പ് അവിടെ ഉണ്ട്. കാട്ടുകാന്താരിയാണ്. കാട്ടുകാന്താരി കണ്ണിൽ വല്ലതും എടുത്ത് തേച്ചേക്കല്ലേ, ഭയങ്കര എരിവാണ്. കണ്ണില് ചുണ്ടില് എവിടെ വെച്ചേക്കല്ലേ, പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ എണ്ണ തേച്ചാലും കുളിച്ചാലും നടക്കില്ല കേട്ടോ. ചന്ദനമരമാണ്, ചെറിയ പ്രായത്തിലുള്ളതാണ്. അപ്പോൾ നമ്പർ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്പർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഏകദേശം റോട്ടിലെത്തി. നമ്മൾ ചിന്നാറിലെ ട്രക്കിങ് ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഒരു സ്ഥലം കൂടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു, കാന്തല്ലൂർ. അപ്പം ഇനി സമയമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ മറയൂർ സ്റ്റേ അടിച്ചിട്ട് നാളെ കാന്തല്ലൂർ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് കാന്തല്ലൂരും വരുന്നുണ്ട്. അപ്പോൾ കയറി കാണാൻ മറക്കരുത്. ഇത് കണ്ടാൽ നിങ്ങൾ അതിലേക്ക് കയറി കാണുക. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. നിങ്ങളുടെ കൂട്ടുകാരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരും. അതുവരെ നന്ദി, നമസ്കാരം.